പണ്ട് അതായതങ്ങ് പണ്ട് ജമ്മു കാശ്മീരിന്റെ മഞ്ഞുള്ള മലനിരകൾക്കിടയിലൂടെ പോയി ആപ്പിൾ മരത്തിൽ നിന്ന് ഒരാപ്പിൾ പറിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കൊണ്ടുപോയി സാധിച്ചു തരാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനതവിടെ പാടേ ഉപേക്ഷിച്ചു. 25-ാമത്തെ വയസ്സിൽ കഷ്ടപ്പെട്ട് OET എഴുതിയതായി ഇങ്ങ് അയർലൻഡിൽ എത്തിയപ്പോഴും ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചില്ല. കാരണം ഇവിടെ ആപ്പിൾ മരം ഉണ്ടല്ലോ. വയസ്സൊന്നും കൂടിയതല്ലാതെ ടെസ്കോയിൽ ലിഡിൽ വിരിക്കുന്ന പാക്കറ്റ് ആപ്പിൾ അല്ലാതെ ഞാൻ ഇവിടെ ഒരാപ്പിൾ മരവും കണ്ടില്ല. പക്ഷേ ഇന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ തൊട്ടപ്പുറത്തെ നെയ്ബറായ ജോൺ അപ്പാപ്പന് സാധിച്ചു. അവിടെ ഒന്നല്ല 2 ആപ്പിൾ മരങ്ങൾ. പണ്ട് അംഗൻവാടിയിലെ ഗീത ടീച്ചറും മിനി ടീച്ചറും കളറുള്ള പുസ്തകത്തിലെ തറാ പറ പന കാണിച്ചു തന്നപ്പോൾ ഉണ്ടായ ക്യൂരിയോസിറ്റി തന്നെയാണ് എനിക്ക് ഇന്ന് 26-ാമത്തെ വയസ്സിലും ഈ അപ്പാപ്പൻ്റെ പറമ്പിലെ ഓരോ സാധനങ്ങൾ കാണിച്ചു തന്നപ്പോഴും ഉണ്ടായത്. രണ്ടിനും സെയിം വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഞാൻ എല്ലാം മനസ്സിലാക്കി എടുത്തു. സൂപ്പറാ. എന്ത് ടേസ്റ്റ് മെനു മിയു? കുറച്ച് പുളിയുണ്ട്. Look, just behind you. Oh no, look. It's super. It's the same branch, yeah? Same brand. It's the same brand, but sometimes they didn't get the heat or something, you know, because It smells also different. yeah, the smell. Yes, Yeah. smells also different. It's amazing how sometimes. ഇതത്ര പുളിയില്ല. ഇനി കുറച്ചുകൂടി നീ പറ്റും നിസാരം. ആ ബ്രാഞ്ച് താഴോട്ടാക്ക്. യെസ് യു ക്യാൻ. ആ മിടുക്കി. ഹാർവെസ്റ്റിംഗ് ആപ്പിൾ ഹാർവെസ്റ്റിംഗ് ആയി പോവുകയാണ്. വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. ഏകദേശം ഒരു 10-30 യൂറോയുടെ ആപ്പിള് നമ്മൾ വല്ലവരുടെ വീട്ടിൽ കയറി പറിച്ചിട്ട് ജോണപ്പാപ്പൻ്റെ വീട്ടിൽ കയറി പറിച്ചിട്ട് പോവുകയാണ്. ദിസ് ഈസ് ആപ്പിൾ ഹാർവെസ്റ്റിംഗ്. പിന്നെ വിത്ത് ബെറി. ഇത് ഏത് ബെറിയാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഏതോ ഒരു ബെറി നമ്മൾ ഇവിടെ വാങ്ങുകയാണ്. ജോണപ്പാപ്പൻ പോയി ഇവിടുന്ന് ടാറ്റ ബൈ എന്ന് പറയുന്നു.